നിവിനാണ്. അയാൾ തിരിച്ചു വരും. അമ്മയ്ക്ക് പറഞ്ഞവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. സത്യമായിട്ടും എനിക്കിപ്പോ ഒരു പേടി തോന്നുന്നു. നേരം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് നല്ല നേരം, പിന്നെ ഒന്ന് ചീത്ത നേരം. ചീത്ത നേരം കഴിഞ്ഞാൽ തീർച്ചയായും നല്ല നേരം വരും. തിയേറ്റർ ഇളക്കി മറിക്കുന്ന, എല്ലാ പ്രായത്തിലുള്ളവരെയും ഒരുപോലെ ചിരിപ്പിക്കുന്ന, തനിക്ക് മാത്രം കഴിയുന്ന ചില മാനറിസങ്ങളിലൂടെ സിനിമാ ലോകത്തെ അടക്കി ഭരിക്കുന്ന ആ നല്ല കാലത്തിലേക്ക് അയാൾ തീർച്ചയായും തിരിച്ചു വരും. വൈകാട്ടി നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാൻ തോന്നുന്നു. കരിയറിന്റെ തുടക്കകാലത്ത് തന്നെ മലയാളികളുടെ നെഞ്ചിലേക്ക് പറന്നു കയറാനുള്ള ഒരുപാട് നല്ല വേഷങ്ങൾ അയാൾക്ക് ലഭിച്ചു. ഒരു ശരാശരി മലയാളി യുവാവിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും എല്ലാ ഉഡായിപ്പുകളും നിവിനോളം സരസമായി സ്ക്രീനിൽ അവതരിപ്പിക്കാൻ മറ്റൊരു നടനും കഴിയില്ല. നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കടത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പടുകുഴിയിൽ നിൽക്കുമ്പോഴും വളരെ കോൺഫിഡൻസോടെ പ്രണയിക്കുന്ന മാത്യുവായും, ഒന്നിനെയും കൂസാത്ത പരുക്കനായ ഗിരിയേട്ടനായും, കുടുംബത്തെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്ന ജെറിയായും, വിനോദായും, പ്രകാശായും, കലിപ്പനായ ജോർജായും എല്ലാം അയാൾ അബ്രപാളിയിൽ വെട്ടിത്തിളങ്ങി. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി ഉള്ള നായക നടന്റെ പൊസിഷനിലേക്ക് സീനിയർ സൂപ്പർ താരങ്ങളോടൊപ്പം കസേര വലിച്ചിട്ടിരിക്കുന്നുണ്ട് നിവിൻ. അയാളെ പോലെ പ്രേമിക്കാൻ കഴിയുന്ന ഒരു കാമുകനാകാനും ആ കാമുകന്റെ കാമുകിയാകാനും കൊതിക്കാത്ത ഒരു യുവാക്കളും അന്നുണ്ടായിരുന്നില്ല. പ്രായഭേദമന്യേ എല്ലാ പ്രേക്ഷകനെയും ചിരിപ്പിക്കാനും കരയിക്കാനും ആവേശം കൊള്ളിക്കാനും നിവിന് കഴിഞ്ഞു. അയാളുടെ സ്റ്റാർഡം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അതിർത്തികൾ ഭേദിച്ച് അയാളിലെ റൊമാൻറ്റിക് മാൻലി ഹീറോയെ ഒരു സെൻസേഷനായി കൊണ്ടാടിയിട്ടുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനക്കാർ. കട്ടത്താടിയും കറുത്ത ഷർട്ടും മടക്കി കുത്തിയ വെള്ളമുണ്ടുമായി അയാൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയിട്ടുണ്ട്. ഒരുപാടുണ്ടല്ലോ. കോമഡിയും മാസും ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് അഭിനയിക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം ചില നടന്മാരിൽ മുൻപന്തിയിലാണ് നിവിൻ പോളിയുടെ സ്ഥാനം. ആദ്യത്തെ ബീച്ചിന്റെ സൈഡ്, സൺസെറ്റ്, ദൈവമേ മിന്നിച്ചേക്കണേ. ഇത്തരം സിനിമകളുടെ കൂടെ തന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ വളരെ ചലഞ്ചിങ് ആയ, ക്രിട്ടിക്കലി അംഗീകാരങ്ങൾ കിട്ടിയ ഒരുപാട് നല്ല വേഷങ്ങളും അയാൾ ചെയ്തു വെച്ചു. നമ്മൾ തമ്മിൽ കുറേ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ എന്ന നിലയിലും വളരെ മികച്ച ഒരു ആക്ടർ എന്ന നിലയിലുമുള്ള അയാളുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. നല്ല നേരത്തിനപ്പുറം ഒരു ചീത്ത നേരം അയാൾക്കും ഉണ്ടായിരുന്നു. അയാളുടെ സിനിമകൾ പരാജയപ്പെട്ടു തുടങ്ങി. കല്ലെറിയാനും കളിയാക്കാനും ആളുകൾ വട്ടം കൂടി. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചും ബോഡി ഷേമിംഗ് നടത്തിയും അയാളെ നിരന്തരം തളർത്താൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എത്രയൊക്കെ അപവാദ പ്രചരണങ്ങൾ നേരിടുമ്പോഴും വെല്ലുവിളികൾ നേരിടുമ്പോഴും ചിരിച്ചുകൊണ്ടല്ലാതെ നിവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. ആ ചിരിയുടെ പുറകിൽ അയാൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതങ്ങനെ വെറുതെ ഉണ്ടാകുന്ന ഒന്നല്ല. അയാളുടെ ഗ്രൗണ്ട് സപ്പോർട്ടിനെ കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒരു സിനിമയിലെ ചെറിയൊരു വേഷത്തിലെങ്കിലും അയാളെ പഴയ പോലെ കാണുമ്പോൾ ആളുകൾ ആർത്തുല്ലസിക്കുന്നത്, നിവർന്നു നിന്ന് കൈയടിക്കുന്നത്. ഇത്രയൊക്കെ പരാജയങ്ങൾക്ക് ശേഷവും ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു സിനിമയെ മുഴുവനായി ഷോൾഡർ ചെയ്യാനും ആ സിനിമയെ വിജയിപ്പിക്കാനും കഴിയണമെങ്കിൽ ആ നടന്റെ പേര് നിവിൻ പോളി എന്നായിരിക്കണം. നനച്ചിരിക്കാത്ത നേരത്ത് പൂജയുടെ ജീവിതത്തിലേക്ക് ഗിരിയേട്ടൻ തിരിച്ചു വരുന്നത് പോലെ, കഷ്ടപ്പാടിൽ നിന്നും തന്റെ കുടുംബത്തെ കൈപിടിച്ചുയർത്തുന്ന ജെറിയെ പോലെ, നെട്ടോട്ടങ്ങൾക്കൊടുവിലും ജീനയെ സ്വന്തമാക്കുന്ന മാത്യുവിനെ പോലെ നിവിൻ പോളി തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. വീണ്ടും പറയുന്നു, ചീത്ത നേരത്തിനപ്പുറം ഒരു നല്ല നേരമുണ്ട്. ആ നല്ല നേരത്തിൽ ചാമ്പലാവാൻ കാത്തിരിക്കുന്ന കേരള ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിർത്തികൾ കടന്നുപോയ നിവിന്റെ പെരുമ വീണ്ടും ആഘോഷിക്കപ്പെടും. അതിനായി നമുക്ക് കാത്തിരിക്കാം. നിവിനാണ്, അയാൾ തിരിച്ചു വരും.